ഹലോ ഗേസ്, ഡിജിറ്റൽ വേൾഡിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ട്രേഡിങ്ങിനെ കുറിച്ചൊരു വീഡിയോ. നമ്മുടെ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായി, നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായി ഒരു ട്രേഡിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്കറിയാം, ട്രേഡിങ്ങിൽ ബെസ്റ്റായിട്ട് എല്ലാ 3-4 ട്രേഡിംഗ് ആപ്ലിക്കേഷനുകളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ, അതായത് സുഖമായിട്ട് നമുക്ക് ഒരു ബിഗിനേഴ്സിനോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കോ സുഖമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ഡെൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഇതിൻ്റെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. നമുക്കറിയാം, വേറെ 2-3 എണ്ണം ഉണ്ട്. ഏഞ്ചൽ വൺ എന്ന് പറഞ്ഞിട്ട്, ഗ്രോ എന്ന് പറഞ്ഞിട്ടും അങ്ങനെ കുറേ ബ്രോക്കേഴ്സ് ആപ്പുകൾ വേറെയുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് ഡെൻ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് അത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോസുകളൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ പറയുന്ന ഒരു ബിഗിനേഴ്സായ ഒരു പുതിയ ആൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഇൻട്രാഡേ ട്രേഡും അതുപോലെ തന്നെ നമ്മുടെ സിങ്സ് ട്രേഡും എങ്ങനെ ചെയ്യാമെന്നാണ്. അതുപോലെ ഈ ഡെന്നിന് മാത്രം പ്രത്യേകതയായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. സ്റ്റോക്കിനെ കുറിച്ചും അതുപോലെ തന്നെ ട്രേഡിങ്ങിനെ കുറിച്ചും അറിയണത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വീഡിയോ കാണണമെന്നില്ല. പുതിയൊരാളാണ്, ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് അറിയുന്ന ആളാണെങ്കിൽ, കുറഞ്ഞൊരു എമൗണ്ട് വെച്ചൊക്കെ ട്രേഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നല്ല സ്റ്റോക്ക് മാർക്കറ്റുകൾ അതുപോലെ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല മെത്തേഡുകളൊക്കെ ഒരു പുതിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്തായാലും ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഗൈസ്, ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഓരോ സ്റ്റോക്ക് മാർക്കറ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്കുണ്ട് ഹൈബ്രിഡ് ഫൈനാൻഷ്യൽ, അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക്, മണപ്പുറം ഫൈനാൻസ്, മുത്തൂറ്റ് ഫൈനാൻസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ബാങ്കിൻ്റെതാണ് അദാനി, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ബാങ്ക്, അതുപോലെ തന്നെ ഡിക്സൺ ടെക്നോളജീസ്, ടാറ്റ മോട്ടോ ടെക്നോളജീസ്, ടാറ്റ, അതുപോലെ തന്നെ. അപ്പോൾ ഗേസ്, ഇവിടെ നമുക്ക് ഇന്ത്യൻ ഓയിൽ, റിലയൻസ്, ITC, ഭാരത് പെട്രോളിയം, HDFC, ഇതൊക്കെ സ്റ്റോക്കുകളാണ്, സ്റ്റോക്ക് മാർക്കറ്റുകളാണ്. ഇവിടെ നമുക്ക് സ്റ്റോക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇവിടെ വരുന്നതാണ്. ഇനി നമുക്ക് മാനുവൽ ഫോണ്ടായിട്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ അത് മാത്രം ഇക്വിറ്റീസ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഇക്വിറ്റീസ് ഇവിടെ വരുന്നതാണ്. നമുക്കതിൽ ഇഷ്ടമുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുത്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ ഭാരത് പെട്രോളിയം എന്ന് പറയുന്ന ടാറ്റ മോട്ടോഴ്സിന് എടുക്കാം. ടാറ്റൻ്റെ ഒരു കമ്പനി നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാനും സ്റ്റോക്ക് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും നമുക്ക് കഴിയുന്നതാണ്. അതാണ് നമുക്ക് ഇതിൽ ഈ ഡെന്നിൻ്റെ ഒരു പ്രത്യേകത. ഇനി മുകളിൽ മണി എന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോഴേ നമുക്ക് എന്താവുള്ളൂ, ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയുള്ളൂ. അതിന് നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ആഡ് മണി ഫോർ ഇൻവെസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് 500 തൊട്ട് 50,000 വരെ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. ബാങ്ക് വഴി ചെയ്യാം, UPI വഴി ചെയ്യാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഗൈസ്. ഇത്ര പണിയുള്ളൂ. അങ്ങനെ ഒരു 500 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഹോം പേജിലേക്ക് വരിക. ഹോം പേജിലേക്ക് വന്നതിന് ശേഷം നല്ലൊരു മാർക്കറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു മാർക്കറ്റ് ഇവിടുന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കൊടുക്കുക, എന്താണ് ഏത് മാർക്കറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ മാർക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്തെടുക്കാം. ഗൈസ്, അങ്ങനെ ചെയ്തതിന് ശേഷം രാവിലെ 8:30 മാർക്കറ്റ് ഓപ്പൺ ആയാൽ 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്കറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുക, ടാറ്റ മോട്ടോഴ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ടാറ്റ മോട്ടോഴ്സ് ബൈ ചെയ്യാൻ പോകുന്നതാണ്. ഇവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ചാർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. സിമ്പിളായിട്ട്
ഇനി ഒന്നും കൂടെ നമുക്ക് ചാർട്ട് ഒന്നുകൂടി വ്യൂ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർട്ടിൻ്റെ അന്നത്തെ ദിവസത്തെ ആ ചാർട്ട് ഫുൾ വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് 5 മിനിറ്റിൽ കാണാം, 3 മിനിറ്റിൽ, 1 മിനിറ്റിൽ, 1 മണിക്കൂറിലൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യും കാണാൻ കഴിയുന്നതാണ് ഗേസ്. ജസ്റ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. ഗേസ് ഇവിടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു ചാർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ചാർട്ടിൽ 1 അവറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എത്ര മിനിറ്റിലെ ചാർട്ടാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ അത് ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 15 സെക്കൻഡ്, 30 സെക്കൻഡ്, 1 മിനിറ്റ്, 2 മിനിറ്റ്, 20 മിനിറ്റ്. അതല്ല നിങ്ങൾക്ക് 1 ഡേ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാവുന്നതാണ്. ഗേസ് ഇവിടെ ഞാൻ 5 സെക്കൻഡ് തൊട്ട് 1 അവർ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കതിൽ ഇനി 5 മിനിറ്റിൽ അല്ലെങ്കിൽ 3 മിനിറ്റിലെ ചാർട്ടാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ചാർട്ടിന് ചെറിയൊരു വ്യത്യാസം വരും. അതായത് ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ചെയ്തിട്ടായിരിക്കും. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒന്നുകിൽ 15 മിനിറ്റിലുള്ളത് എടുക്കുക, അല്ലെങ്കിൽ 3 മിനിറ്റ്, 5 മിനിറ്റ്, അത് ജസ്റ്റ് അത് എടുക്കുക. അതല്ല ജസ്റ്റ് ആ മാർക്കറ്റ് അപ്പാണോ അതുപോലെ ഡൗൺ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 1 അവറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഗൈസ് നമുക്ക് ഞാനിവിടെ 3 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം 3 മിനിറ്റിൻ്റെ എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും, മാർക്കറ്റ് ഇപ്പോൾ അപ്പിലാണോ ഡൗണിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമുക്ക് ലെയറിൽ മാറ്റി കൊടുക്കണം. നമുക്ക് ലെയർ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലെയറായിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ ആയിട്ട് 2 ലെയറിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ബെറ്റർ ആയിട്ട് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഗൈസ് അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെയാണ്, സെറ്റിങ്സിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യണേ, നല്ലൊരു മാർക്കറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മാർക്കറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഇന്ത്യൻ ഓയിൽ, റിലയൻസ്, പെട്രോൾ, ITC എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിൽ ബാങ്ക് പരമായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ല നിങ്ങൾക്ക് ഓരോ കമ്പനികളുടെ ഓഹരികൾ വേണമെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കുക. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ടാറ്റ മോട്ടോഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഇവിടെ പ്രൈസ് വന്നിരിക്കുന്നത് 360. നമുക്ക് ബൈ ചെയ്യുമ്പോൾ എത്ര പ്രൈസിനാണ് അത് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഇവിടെ അത് ഒരു ക്വാണ്ടിറ്റി മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 360.46 രൂപ നമ്മൾ കൊടുക്കണം. ഇൻസ്റ്റൻ്റ്ലി നമുക്ക് ബൈ ചെയ്യാം. അപ്പോൾ 500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ബൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് 1000 2000-നൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 3 4 എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം മാർക്കറ്റ് പ്ലേസിൽ നമുക്കത് ബൈ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. അവിടെ ഒരു ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഇൻസ്റ്റൻറ്റ് ബൈ എന്ന് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ബൈയിൽ തന്നെ കിടക്കണം. ഓക്കെ. ഇനി ഡെൻ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാനൊരു ഈ വീഡിയോയിലൂടെ ആ പ്രത്യേകത പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഡെന്നിന് മാത്രമല്ല പ്രത്യേകത, സൂപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ലിമിറ്റ്, ടൈഗർ, സൂപ്പേഴ്സ്. ഇനി നിങ്ങൾക്ക് ട്രേഡ് അല്ല, ഇൻട്രാ ട്രേഡ്, അത് ഒറ്റ ദിവസത്തെ ട്രേഡ് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആഴ്ചകളിലും മാസങ്ങളിലൊക്കെ അങ്ങനെ ട്രേഡ് ചെയ്യണം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാം. സെയിം ഓപ്ഷൻ തന്നെയാണ്, ബൈ ചെയ്യുക, അന്നത്തെ പ്രൈസിൽ ബൈ ചെയ്യുക. നിങ്ങൾക്ക് ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സെല്ല് ചെയ്യാവുന്നതാണ്. ഇനി സൂപ്പർ ഓർഡർ എന്ന് പറയുന്ന ഇതിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മാർക്കറ്റ് റേറ്റിൽ നമ്മൾ മേടിച്ചാൽ 360 മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ടാർഗറ്റ് പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 369 എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് 351 സ്റ്റോപ്പ് ലോസ് വെക്കാനും ഈ ഒരു ചാർട്ട് നമ്മളോട് മുൻകൂട്ടി നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ട്രയൽ ജമ്പ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ നമ്മൾ പർച്ചേസ് ചെയ്തത് അത്രയും ക്വാണ്ടിറ്റി നമ്മുടെ സ്റ്റോപ്പ് ലോസ് മുകളിലേക്കും താഴേക്കും ഇതിന് ഓട്ടോമാറ്റിക്കായി വായിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്വാണ്ടിറ്റി മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ 2 ക്വാണ്ടിറ്റിയാണ്. ഇവിടെ നിങ്ങൾ 2 ക്വാണ്ടിറ്റിയാണ്, ആ 2 ക്വാണ്ടിറ്റി എന്ന് ഇവിടെ എഴുതി കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഇത് ബൈ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റൻറ്റ് ബൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ബൈ ആവുന്നതാണ്. നേരെ ചാർട്ടിലേക്ക് വരിക.
ചാർട്ടിലേക്ക് വന്നിട്ട് നിങ്ങളത് നോക്കുക, എങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത് എന്ന് നോക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ചാർട്ടിലേക്ക് പോകാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട് ഗൈസ്. 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു ചാർട്ടിലേക്ക് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ബൈ ചെയ്തു, സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചു. ഇപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ചാർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ചാർട്ട് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ആ ഒരു ഇത് ഇവിടെ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റും, അത് റെസിഡൻസി ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റും അച്ചീവ് ആവുന്നതാണ്. അതിൽ കാണിച്ചിട്ടുള്ള ആ ഒരു റേറ്റ് എത്തുമ്പോൾ 369 ആ ഒരു റേറ്റൊക്കെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് സെല്ലാവുന്നതാണ് ഗൈസ്. ഇങ്ങനെയാണ് ഇതിൽ ആദ്യമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാം. ടാർഗറ്റൊക്കെ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ. പിന്നെ ഗൈസ് നമ്മൾ ഒരു ബൈ ചെയ്ത ഒരു സംഭവം ഓർഡേഴ്സിലാണ് ഉണ്ടാകുക. ഓർഡേഴ്സിലേക്ക് പോയി ചെയ്ത് നമ്മൾ അന്ന് ഏത് പ്രൊഡക്റ്റാണ് ബൈ ചെയ്ത് വെച്ചാൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ബൈ ചെയ്ത് ടാറ്റ മോട്ടോഴ്സ് ബൈ ചെയ്ത് ഡെലിവറി എന്ന് കാണാൻ കഴിയും ഗൈസ്. ഞാനിത് സിങ് ട്രേഡിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. ഡെലിവറിയിൽ ഇട്ടിട്ടുണ്ട്, ഡെലിവറി ആവും ചെയ്യും. സ്റ്റോക്ക് എക്സിക്യൂട്ടീവ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് നാളെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഓർഡേഴ്സ് നമ്മൾ കൊടുത്ത ഓർഡേഴ്സിൻ്റെ അത് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു കമ്പനിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് മേടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കമ്പനിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് മേടിക്കാവുന്നതാണ്. അങ്ങനെയാണ് ഗൈസ് ഡെന്നിൽ നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷന് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങളിതിലേക്ക് നിങ്ങൾ ആഗ്രഹമില്ലാതെ നിങ്ങളിതിൽ ഇൻവെസ്റ്റ് ചെയ്താണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ കുറഞ്ഞ രീതിയിൽ നിങ്ങൾ മാർക്കറ്റ് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്ത് അന്നത്തെ ദിവസം മാർക്കറ്റ് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഡയറക്റ്റ് ട്രേഡ് നടത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ പ്രോഫിറ്റ് പിടിക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇൻഡയറക്റ്റ് ട്രേഡാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സിങ് ട്രേഡിലേക്ക് പോകും. സിങ് ട്രേഡ് എന്താണെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ട്രേഡിങ് ഇതാണ് ഇപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ട്രേഡ്. അതായത് മാർക്കറ്റ് തുറന്നതിന് ശേഷം നമ്മൾ ഒരു ഓഹരി മേടിക്കുന്നു. അത് മാർക്കറ്റ് 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്യണതിൻ്റെ ആ ടൈമിൻ്റെ മുന്നേ നമ്മളത് സെല്ല് ചെയ്യുന്നു. അതാണ് ട്രേഡിങ്, ഇൻഡയറക്റ്റ് ട്രേഡിങ്. ഇനി പേ ലേറ്റർ എന്ന് പറഞ്ഞാൽ MTF വഴി നമുക്ക് എന്ത് ചെയ്യാം, പൈസ പിന്നീട് അടക്കാം. അതായത് ഈ കമ്പനിനെ നമുക്ക് പൈസ തരും, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ നമുക്ക് പ്രോഫിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിടിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പൈസ അല്ലെങ്കിലും ഇതിൽ ട്രേഡ് നടത്താം. പിന്നെ ഇൻവെസ്റ്റിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് സിങ് ട്രേഡിങ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, സിങ് ട്രേഡിങ്ങിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് കൂടിയ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരാഴ്ച കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, അത് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് സൂപ്പർ കൊടുക്കാം, പിന്നെ ലിമിറ്റ് കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ 650 ആണ്. 650 ആണെങ്കിൽ നമുക്ക് ആ പ്രൈസിന് വേണ്ട. നമുക്ക് ഒരു നമുക്കൊരു പിന്നെ ഒരു 630 ആകുമ്പോൾ മേടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റിൽ കൊടുത്തിട്ട് നമുക്ക് 630 മാർക്കറ്റ് പ്രൈസ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, മേടിക്കും, ആ ഓഹരി മേടിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇതിലെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ഓർഡറിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ ഈ മാർക്കറ്റ് നമുക്ക് നമ്മളെ പ്രോഫിറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അവിടെ പോകുക, അവിടെ പോയിട്ട് അത് ഓപ്പൺ ചെയ്യുക, സെല്ല് കൊടുക്കുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയും സെൽ എസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റലോഗ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സെല്ല് കൊടുക്കുക. സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഓർഡർ ഈ സക്സസ്ഫുള്ളി സെൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ അവിടെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗേസ് ഡെന്നിൽ നമുക്ക് ട്രേഡ് ചെയ്യേണ്ട ഓപ്ഷൻ. പിന്നെ ഇതിൽ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഓപ്ഷൻസും കാര്യങ്ങളും വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ട്രേഡ് ചെയ്യാം. അത് അറ്റ് ദ മണി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ, അറ്റ് ദ മണി
ഇൻകം മണി, കോൾ ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല, പുട്ട് ട്രേഡ്, പുട്ട് കോള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്കതിൻ്റെ ആ ഒരു രീതിക്ക് ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകുമ്പോൾ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സിൻ ട്രേഡും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ട്രേഡും എങ്ങനെ എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, ഡിജിറ്റൽ വേൾഡിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.